തണുത്തു തുടങ്ങിയ മസ്കത്തിലെ രാത്രികളിൽ ഏറ്റവും ജനത്തിരക്കുള്ളത് മത്രാസ് സൂക്കിലാണ്. ക്രൂസ് സീസൺ ആരംഭിച്ചതോടെ കാബൂസ് പോർട്ടിൽ കപ്പലിറങ്ങുന്ന വിദേശികൾ നേരെ സൂക്കിലെത്തും. 200 വർഷം പഴക്കമുള്ള ഒമാനിലെ ഏറ്റവും പഴക്കമുള്ള വിപണന കേന്ദ്രങ്ങളിലൊന്നായ മത്രാസ് സൂക്കിന്റെ രാത്രി കാഴ്ചകളിലേക്ക്. ഒമാനിൽ ഇപ്പോൾ ക്രൂസ് കപ്പലുകൾ നങ്കൂരമിടുന്ന സീസണാണ്. തണുത്ത രാത്രികൾ. മനോഹരമായ ഒമാന്റെ ഈ കാലാവസ്ഥ ആസ്വദിക്കാനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സമയം. മസ്കത്തിലെ കാബൂസ് പോർട്ടിൽ നങ്കൂരമിടുന്ന കപ്പലുകളെ കാത്ത് ആ പുരാതന സൂക്ക് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കുന്തിരിക്കം മണക്കുന്ന മത്രാസ് സൂക്ക്. മസ്കത്തിലെ രാത്രികളെ കൂടുതൽ മനോഹരമാക്കുന്നത് കുന്തിരിക്കം മണക്കുന്ന മത്രാസ് സൂക്കാണ്. രാത്രിയിലാണ് മത്രാസ് സൂക്കിന് ചന്തം കൂടുക. പകലിനേക്കാൾ കൂടുതൽ ആളും ആരവവും നിറയുന്നത് രാത്രിയിൽ തന്നെയാണ്. പഴയ തടിമച്ചിൽ തൂക്കിയിട്ടിരിക്കുന്ന മഞ്ഞ ലൈറ്റുകൾ, വിവിധ വർണ്ണങ്ങളിൽ നിരത്തിവെച്ച കുന്തിരിക്കത്തിലും ആൻറ്റിക് വസ്തുക്കളിലും തട്ടി ചിതറിത്തെറിക്കുന്ന വെളിച്ചം, കടയിൽ നിന്ന് ഇറങ്ങി വന്ന് ആളുകളെ കടയിലേക്ക് ക്ഷണിക്കുന്ന കച്ചവടക്കാർ. തണുത്ത നവംബറിൽ ക്രൂസ് സീസൺ കൂടി ആരംഭിച്ചതോടെ വിവിധ രാജ്യങ്ങളുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് മത്രാസ് സൂക്കിലേക്ക്. 200-ൽ കൂടുതൽ വർഷങ്ങളുടെ പഴക്കമുണ്ട് മത്രാസ് സൂക്കിന്. കപ്പലോട്ട കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള വഴിയിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന സൂക്ക് ഒമാന്റെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഇരുണ്ട ചന്ത. സൂക്കിനെ ഇങ്ങനെ വിളിക്കാൻ കാരണവുമുണ്ട്. പകൽ സമയത്തും സൂര്യപ്രകാശത്തിന് എത്തിപ്പെടാൻ കഴിയാത്ത ഇടമാണ് സൂക്ക്. അതുകൊണ്ട് തന്നെ സൂക്കിനെപ്പോഴും കൃത്രിമ വെളിച്ചം ആവശ്യമാണെന്നർത്ഥം. ദേശീയ ദിനം അടുത്തതോടെ സൂക്കിന്റെ ചന്തം കൂടിയിട്ടുണ്ട്. കൊടിതോരണങ്ങളും സുൽത്താന്റെ ചിത്രം പതിച്ച ടീഷർട്ടുകളും ഷോളുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നവംബർ കാലഘട്ടത്തിലാണ് കൂടുതൽ ക്രൂസ് കപ്പലുകളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും കൂടുതൽ വരുന്ന സമയം. ആ സമയത്ത് തന്നെയാണ് നാഷണൽ ഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ അലങ്കാരങ്ങളും മറ്റും കണ്ടിട്ട് ടൂറിസ്റ്റുകൾ കൗതുകപൂർവ്വം നോക്കുന്ന സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ റഷ് കാര്യങ്ങൾ കാണുമ്പോൾ അവരെന്താണ് സംഭവം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 3 മാസത്തോളം കാലഘട്ടത്തിൽ ഈ ടൂറിസ്റ്റുകൾ സജീവമായിട്ടുണ്ടാകും ഈ മത്രാസ് സൂക്കിൽ. നമുക്കിപ്പോൾ കൂടുതലും പോകുന്നത് ഷാളുകൾ, അതുപോലെ തന്നെ ടീഷർട്ട്, ഫ്ലാഗുകൾ, അലങ്കാര വസ്തുക്കൾ, ഈ നാഷണൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നുണ്ട്. വിപുലമായ ഒരു ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നവംബർ 20-നാണ് ഒമാന്റെ ദേശീയ ദിനം. ദേശീയ ദിനാഘോഷത്തിനുള്ളതെല്ലാം വാങ്ങാൻ സ്വദേശികളും വിദേശികളും കൂട്ടമായി എത്തുന്നതും മത്രാസ് സൂക്കിലേക്ക് തന്നെയാണ്. സൂര്യൻ മറഞ്ഞാൽ, ജോലി തിരക്കൊഴിഞ്ഞാൽ അവർ സൂക്കിലെത്തി ദേശീയ ദിനം വർണ്ണാഭമാക്കാനുള്ള ഉൽപ്പന്നങ്ങളുടെ തിരച്ചിൽ ആരംഭിക്കും. പകൽ രാത്രിക്ക് വഴിമാറിക്കൊടുത്താൽ പിന്നെ സൂക്കിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജനമൊഴുകിക്കൊണ്ടേയിരിക്കും. രാത്രി 11 വരെ ഈ തിരക്കുണ്ടാകും. സീസണിലെ ഈ രാത്രികളിലാണ് കച്ചവടക്കാരുടെയും പ്രതീക്ഷ. മീഡിയ 1, മസ്കത്ത്.